ആ പറഞ്ഞ മോളെ. എന്താ? ചേട്ടാ തിരക്കിലാണോ? ഇല്ല മോളെ, ഞാൻ ഓഫീസിലാ. തിരക്കിലൊന്നുമില്ല. എന്തായിരുന്നു? തിരക്കിലാണെങ്കിൽ ഞാൻ വീട്ടിൽ വന്നിട്ട് വിളിക്കാമായിരുന്നു. ഓ ഇല്ല ഇല്ല, ഇവിടെ ആരും ഇല്ല. നീ പറഞ്ഞോ, എന്താ പ്രശ്നം? എന്താ? അല്ല, ഇവിടുത്തെ ഉം. പ്രദീപേട്ടൻ ആ എന്തോ കാണിക്കുന്നത് എനിക്കറിയത്തില്ല. എന്താടി, എന്ത് പറ്റി? പറയാന് എന്നും അങ്ങ് വിഷയവും പ്രശ്നങ്ങളും കുടിച്ചിട്ട് വന്ന് അങ്ങ് ബഹളമാണല്ലോ. എന്ത് ചെയ്യാനാ, എനിക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര വിഷമം. അത് ശരി, അവൻ ഒരു മാറ്റം ഇല്ലയോ? ഓ, എവിടെ മാറാനാ, ഉം. എനിക്കറിയില്ല. അവൻ ജോലിക്കൊക്കെ പോകുന്നുണ്ടോ? ഓ, ജോലിക്ക് പോകുന്നുണ്ട്. ഉം. ജോലിക്ക് പോയി വരുന്നു, പോകുന്നു വരുന്നു എന്നല്ലാണ്ട് ഒരിതുമില്ല. വീട്ടിലെ കാര്യങ്ങളും നോക്കത്തുമില്ല, ഉം. പിള്ളേരുടെ കാര്യവും നോക്കത്തില്ല, ഒന്നും അറിയണ്ട. ഇങ്ങനെ ആ, ഉം. പിന്നെ ഡ്യൂട്ടി സമയത്ത് കഴിക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. വരുമ്പോൾ 4 കാലയിലാണ് കയറി വരുന്നത്. ഉം. വന്നിട്ട് എന്തുവാ ഇവിടെ ഭയങ്കര ബഹളമാണ്. എന്തെങ്കിലും ചെറിയ വിഷയത്തെ പറഞ്ഞങ്ങ് വലുതാക്കി ബഹളമാണ്. എന്ത് ചെയ്യാനാ? എന്ത് പറയാനാ? അവന്റെ അടുത്ത് നേരത്തെ ഞാനല്ല വിളിച്ചെല്ലാം പറഞ്ഞല്ലോ, ഉപദേശിച്ചപ്പോ എല്ലാം തലകുലുക്കി കേട്ടാന്നല്ലോ അവൻ. അതൊക്കെ നമ്മൾ പറയുമ്പോ അന്നേരം കേൾക്കും. ഉം. പിന്നെ ഇത് തന്നെ ഡെയിലി ഇത് ഉപയോഗിക്കും അവൻ. പിന്നില്ലേ, ആ. പറഞ്ഞാലും കേൾക്കില്ല, ഒന്നുമില്ല. എന്താ ചെയ്യാൻ, എനിക്ക് വയ്യ. ഇനി നീ വല്ല നീ എന്തിനാ, നീ പേടിക്കാതെടി. നീ ഞങ്ങളൊക്കെ ഇല്ലയോ? നീ ധൈര്യമായിട്ടിരി. നമുക്ക് എന്തിനും ചെല്ലിയാ നമ്മളിങ്ങനെ സഹിക്കുന്നത്. എനിക്ക് വയ്യ. മോളെ, എന്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ. എന്തിനും ഒരു പരിഹാരമുണ്ട്. ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ ഇത്രയും നാള് വെയിറ്റ് ചെയ്തില്ലേ? കൊച്ചുങ്ങളും വളർന്നു വരുന്നത്. ഇപ്പൊ എന്തോ ചെയ്യാനാ? ഇതിപ്പോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോ ബന്ധം ഒഴിയോ മറ്റോ വല്ലതും ചെയ്തു കഴിഞ്ഞാല് പിന്നെ നിന്റെ ജീവിതം എവിടെ എത്തും? പിള്ളേരുടെ ജീവിതം എവിടെ എത്തും? അത് ചിന്തിച്ചോ? ഇപ്പേതാ എനിക്ക് തോന്നുന്നത് അതാണെന്ന്. കാരണം അത്രയ്ക്കും ഞാൻ അനുഭവിക്കുന്ന, ഞാൻ എന്തോ പറയാൻ. നീ ക്ഷമിക്കേ, ഞാൻ അവനെ ഒന്നുകൂടെ ഒന്ന് കാണാം കേട്ടോ. കണ്ടാലന്നേരം പറയും എല്ലാം ഓക്കെ ആണെന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ഉം. പിന്നെ ഇത് തന്നെ ആ. വന്ന് 4 കാലേ വന്ന്. നീ ആയിട്ടൊരു ബന്ധവുമില്ല? കേൾക്കാൻ വയ്യ, കേൾക്കുന്നില്ല. ഒരു ബന്ധവും ഇല്ല. വരുക 4 കാലേ വരുക. ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ കഴിച്ചെന്ന് വരുത്തും കയറി കിടന്നൊരുറക്കമാവും. ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. ചേട്ടനോട് എങ്ങനെ പറയും? എങ്കിലും അത് കുഴപ്പമില്ല, നീ ധൈര്യമായിട്ട് പറ. നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളെ പോലെ കണ്ടാ മതി. നീ അങ്ങ് പറഞ്ഞു. മറ്റേ ബന്ധമൊന്നുമില്ല. ഒരു ബന്ധവും ഇല്ല. എന്തെങ്കിലും എങ്ങനെ എത്ര 3-4 മാസമായി ഞാൻ കിടന്ന ഒരു ബന്ധവും ഇല്ല. അയ്യേ, അത് കൊള്ളാമല്ലോ അവൻ. എന്താ ചെയ്യാനാ? ഞാനതാ ഞാൻ പറഞ്ഞു, എനിക്കാണെങ്കിൽ എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അവൻ അതിനോടൊന്നും വലിയ താല്പര്യമില്ല. കുറെ മദ്യം കഴിക്കണം അല്ലേ? മദ്യം കഴിക്കുക, വരുക, ഉറങ്ങുക, പിന്നെ അതിലൊക്കെ മെക്കിട്ട് കയറാനുണ്ടായിരുന്നു ബഹളം. അത്ര ഇപ്പൊ അമ്മയൊന്നും അങ്ങനെ മിണ്ടത്തൊന്നുമില്ല. കാരണം അമ്മയ്ക്ക് അറിയാത്ത പറഞ്ഞിട്ടും കാര്യമില്ലെന്ന്. അവരൊന്നും പറയത്ത, അവർക്ക് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, നമ്മളല്ലേ അനുഭവിക്കുന്നത്. എന്തോ ചെയ്യാൻ, എനിക്ക് വയ്യ. ഒരു കാര്യം ചെയ്യ്. ചേട്ടാ പറ, എന്താ വേണം? എനിക്ക് വയ്യ. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ പറയുന്നത് കേക്ക്. നമ്മൾ തമ്മിൽ ഈ സംസാരിച്ചത് പുറത്ത് ആരും അറിയണ്ട. പറഞ്ഞേട്ടോ? ഞാൻ ആരോടും പറഞ്ഞില്ല. പറയാന്ന് വെച്ചാൽ ഇവിടൊക്കെ ഉള്ളത് ബഹളം കേൾക്കുന്നുണ്ട്. പക്ഷെ ബന്ധുക്കാരും അറിയുന്നില്ല. ഞാൻ വീട്ടിലൊന്നും വിളിച്ചെങ്കിൽ ഇത്രയാ വിഷയം. വേണ്ട വേണ്ട, അതൊന്നും പറയണ്ട. നാണക്കേടാ. നമ്മുടെ സ്വന്തം പല്ല് കുത്തി മണിപ്പിക്കുന്നതിന് തുല്യമില്ല. എന്തോ ചെയ്യാനാ? നിന്റെ തലയിലെടുത്തല്ല എന്തോ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ പറയുന്നത് കേക്ക്. പിന്നെ ഇതിപ്പോ നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി. നീ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ തന്നെ ഇതിപ്പോ എന്റെ അടുത്ത് നീ തുറന്നു പറഞ്ഞപ്പോ പകുതിയെങ്കിലും നിനക്ക് മനസ്സിനൊരു സമാധാനമായില്ലേ? അതുകൊണ്ടാ ചേട്ടനെ വിളിച്ചത്. അപ്പം അങ്ങനെ വിളിക്കാറുമില്ലല്ലോ. പിന്നെ നിന്നെ ഞാൻ കുറ്റം പെടുത്തുന്നില്ല. നീ 10-32 വയസ്സുള്ള ഒരു പെണ്ണാ. നിനക്കും ഉണ്ടല്ലോ വികാരവും വിചാരവും എല്ലാം. മനുഷ്യനല്ലേ? അവൻ ഇങ്ങനെ തുടങ്ങിയാൽ എന്തോ ചെയ്യും? അവൻ ഇവനോടൊന്നും താല്പര്യം കാണത്തില്ല. മദ്യം കഴിച്ചു കഴിഞ്ഞ് തലയ്ക്ക് പിടിച്ച് വന്ന് കിടന്നുറങ്ങുക. അല്ലെങ്കിൽ പിന്നെ വല്ല അഡീക്ഷൻ സെന്റർ ഉണ്ടല്ലോ, റീ അഡിക്ഷൻ സെന്ററിൽ അങ്ങാനും കൊണ്ടുപോകണം. അത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അവിടെ പോയി നിൽക്കാനൊക്കെ ആളും വേണം. ഈ 2 പിള്ളേരൊക്കെ ഇട്ടിട്ട് നീ എന്ത് ചെയ്യും? വരുത്തൊന്നുമില്ല. വരത്തില്ല, ഒന്നും പറഞ്ഞാൽ വരുത്തൊന്നുമില്ല. കൊള്ളാം. അങ്ങനൊന്നും
എന്തോ പറയാനാന്ന് പറ. ഞാൻ വിചാരിച്ചെന്താ പറഞ്ഞാലേ സഹിക്കാൻ പറ്റാത്ത രീതി അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് അങ്ങ്. ഞാൻ എന്തോ എനിക്കറിയത്തില്ല. ഞാൻ എന്തോ വേണമെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുവാണ്. നീ ഞാൻ പറയുന്നത് കേക്ക്. നീ ഒന്നും വേണ്ട. നീ അവൻ വരുമ്പോ അവന്റെ മിണ്ടാൻ പോകണ്ട. ഭക്ഷണം വേണേ കൊടുക്കുക. പറഞ്ഞ മനസ്സിലായോ? ഭക്ഷണം വേണേ കൊടുക്കുക. പിള്ളേർക്ക് മാന്യമായിട്ട് നോക്കി നീ ജീവിക്കുക. അവന്റെ തോന്നിയതുപോലെ നടക്കട്ടെ. ഞാൻ അവനെ വിളിച്ച് ഒന്നുകൂടെ ഒന്ന് നോക്കാം. എനിക്ക് തോന്നുന്നില്ല. കാര്യം കാണുമ്പോ നമുക്കറിയാലോ, ഒരാളുടെ പോക്ക് കാണുമ്പോ അറിയാലോ. കാര്യം ആ രീതിയിൽ അവനെ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്തതാ നേരത്തെ. ഇപ്പൊ വീണ്ടും അവൻ ഇങ്ങനൊക്കെ തന്നെ അങ്ങ് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആരെയും പേടിയില്ല. അതാണ് മെയിൻ. ഞാൻ ഇവിടുത്തെ അമ്മാവനെ ഉണ്ടായിരുന്നു ഇച്ചിരി പേടി. അമ്മാവനെ വിളിച്ചു വന്നപ്പോ അമ്മാവന് എന്താ പറയാൻ, അമ്മാവന് ഒരു പരിധി ഇല്ലേ പറയുന്നതിന്. പിന്നെ കൊച്ചു പിള്ളേരെ വല്ലാന്നോ? യാതൊരു ഇതുമില്ല. കൊച്ചു പിള്ളേരെ വല്ലാന്നൊരു കമ്പെടുത്തടിക്കാൻ. അപ്പൊ അമ്മാവനെ കാണുമ്പോ അത് നടക്കുക. ഫോൺ വിളിച്ചാലെടുക്കും. അവരൊക്കെ കൈവിട്ട് കാണും. അമ്മാവൻ എപ്പോഴും ഇവിടെ വരിക്കാൻ പറ്റും. ഇങ്ങനെ വിളിച്ചാലും എടുക്കത്തില്ല. അമ്മാവനെ കാണുമ്പോഴേ മുങ്ങുകയും ചെയ്യും. ചേട്ടൻ പറയുന്നത് കേക്ക്. പിന്നെ അവൻ നിന്റെ ശരീരത്ത് തൊടത്തൊന്നുമില്ല എന്നൊക്കെ നീ പറഞ്ഞല്ലോ. അക്കാര്യമൊക്കെ വേണമെങ്കിൽ ചേട്ടൻ എന്തെന്ന് വെച്ചാൽ ചെയ്യാം. അതിന് തന്നെ കുഴപ്പമല്ലോ ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. അത് കേട്ടപ്പോ സന്തോഷമായില്ലേ? പിന്നെ ഞാനും ഒരു സ്ത്രീയല്ലേ. അതല്ലേ പറഞ്ഞത്. ആ കാര്യമൊക്കെ ഞാൻ ചെയ്തു തരാം. അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. ഈ ഫോൺ കോള് പോലും നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. കേട്ടോ? പിന്നെ അവനെ വിളിച്ച് ഒരു ദിവസം പകലെങ്ങാണോ അവനെ വിളിച്ചൊന്ന് ഉപദേശിക്കാം. ഞായറാഴ്ച എങ്ങാണോ ഇങ്ങോട്ട് വന്ന്. എന്താ? അല്ലാതെ എന്താ ചെയ്യാനാ നമ്മൾ അവനെ ഇപ്പൊ അറിഞ്ഞത് രഹസ്യമായിട്ട് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ സമയം സൗകര്യം ഒപ്പിച്ചേ. ഞാനത് ചെയ്തു തരാം നിനക്ക്. എന്റെ ആഗ്രഹം നടക്കട്ടെ. എന്താണ് നീ ഒന്നും മിണ്ടാത്ത? വേണ്ടായോ? താല്പര്യം ഉണ്ടല്ലോ. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതിയേ പെണ്ണുഞ്ഞേ. ഉണ്ടോ? താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. അവള് ഒരു അത് ഞാൻ വിളിച്ചിട്ട് വരാവടി. അതിപ്പോ നിന്റെ സൗകര്യം എന്റെ സൗകര്യം കൊടുത്തോണ്ടേ ഞാൻ എവിടെങ്കിലും പോവാന്നും പറഞ്ഞല്ലേ ഇറങ്ങാൻ പറ്റൂ. രാത്രി ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അവള് കാണത്തില്ലേ? അപ്പൊ വേണ്ട 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 വേണ്ട. ആരും അറിയണ്ട. ഇതിപ്പോ നമ്മൾ രണ്ടുപേരും പറഞ്ഞു. ഇപ്പൊ ചേച്ചി അടുത്ത് പറഞ്ഞായിരുന്നു. ചേച്ചി എന്ത് ചെയ്യാൻ പറ്റും? വേണ്ട. ഇതിപ്പോ നമ്മൾ രണ്ടുപേരും പറഞ്ഞില്ലേ, അറിഞ്ഞില്ലേ? അത് മതി. ഇതിപ്പോ ഞാനൊരു ഞായറാഴ്ച വന്ന് അവനെ ഒന്ന് വിളിച്ച് മാറ്റി നിർത്തി ഒന്നുകൂടെ ഒന്ന് സീരിയസ് ആയിട്ടൊന്ന് സംസാരിക്കാം. നന്നാവട്ടെ. ഇല്ലെങ്കിൽ അടിച്ച വഴിയെ പോവാ. പണ്ടുള്ളവര് പറയല്ലോ, നോർമലായിട്ടൊരു സമയം എന്ന് വെച്ചാൽ രാവിലെ എങ്ങാനും വരണം. സൺഡേ രാവിലെ എങ്ങാനും ഓഫീസിൽ പോകാത്ത ദിവസം അങ്ങനെ രാവിലെ ആണെങ്കിൽ പിന്നെ കഴിഞ്ഞാൽ പിന്നെ പോയി. അതാ സൺഡേ രാവിലെ ഞാൻ വരാം. ഞാൻ രാവിലെ വരാം. അവനെ കാണാനായിട്ട് ഞാൻ വരാം. അപ്പൊ നീ ഇത് വിളിച്ച് പറഞ്ഞതായിട്ടൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. അല്ലാതെ വന്ന എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വന്ന് അതൊക്കെ കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം. നന്നാവട്ടെ. ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. പിന്നെ മറ്റേ കാര്യം എന്താന്ന് വെച്ചാൽ നമുക്കത് സൗകര്യം ഒപ്പിച്ച് എന്താന്ന് വെച്ചാ നിനക്ക് നിന്റെ ആഗ്രഹം ഞാൻ മാറ്റിത്തരാം, നിറവേറ്റിത്തരാം കേട്ടോ. ശരി, എന്നാ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. എന്നാ ശരി, വെച്ചായിരുന്നു. ശരി.